ആരും കാണാനില്ല. കുഞ്ഞ അച്ഛനും അമ്മയും എവിടെ? ആ ചായ കുടിക്കാൻ സമയമായി. ആരും ഇല്ല. അച്ഛ ചായ കുടിക്കാൻ വരും. എന്ത് ചായ കുടിക്കുന്നു? തീ പോയിരിക്കണം അതിന്റെ ഉള്ളിൽ. കറണ്ടും പോയില്ലേ? ആ എന്നാ പിന്നെ ചായ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. അമ്മൂക്ക് എങ്ങനെ അവിടെ നിന്ന് പോ? അമ്മു എങ്ങനെ നിന്ന് അവിടെ? നല്ല ചൂടുണ്ട് ഉള്ളില്. ചായ? ഓ ചായയായി. നല്ല വേഷം. ഈ ചൂട്ടിലെ ചായ കറണ്ടും പോയി. നന്നായില്ലേ? അമ്മ കണ്ടില്ലേ? വീശ് കണ്ടില്ലേ? നല്ല ചൂടുണ്ട് അവിടെ. എങ്ങനെ നിന്ന് ചായ വെക്കാമോ? എന്താണ് നിക്കന്നെ അമ്മ എന്താ ചെയ്ത്? എവിടെ ചായ വെച്ച്? വെളിയിലെ വെച്ച്? ഇല്ല ഉള്ളിൽ തന്നെ. തന്നെ ചൂടടിക്കുന്ന അവിടെ അതാ വെള്ളം ഒഴുകണ കണ്ട വേർത്തിട്ട്. ഗന്ധം ഇതൊരു കുടില് കിട്ടിയപ്പോ വെട്ടിവിട്ടതാണെങ്കിലോ? വെട്ടിവിട്ടതാണെങ്കിൽ വെയിലുണ്ടാവും. ഏകദേശം നമ്മൾ മുറിച്ചല്ലോ. പറകിൽ നിന്ന് മട്ട് അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഉത്സവത്തിന്റെ അപ്പൊ പട്ടണം പറഞ്ഞാണ് വെട്ടിയതാണ്. പണിയാ തന്നെ. ഇതാണ് ഇത് ഇരിക്കാനും കൂടെ പറ്റില്ല ഇവിടെ. ഒരു കാറ്റ് പോലും ഇല്ല നേരെ. അയ്യോ ഒരു ദിവസം മൊത്തം കറണ്ട് വന്നിരിക്കും. ഇരിക്കില്ല, അത്രയും ചൂടാണ്. പറ്റില്ല. രാത്രിയും കറണ്ടില്ലെങ്കിലോ ഈ കുട്ടികളെയും കൊണ്ട് ഉറക്കവും വരില്ല. എവിടെ ഇരിക്കാനും പറ്റില്ല, കിടന്ന് ഉറങ്ങൂല്ലോ കുട്ടികളൊക്കെ. അരമണിക്കൂർ കൊണ്ട് ആള് മൊത്തം പടന്ന് ഇറങ്ങി ഓടിയില്ലേ? ലഗോൺ കോഴിയില്ലേ? അതിന് വെയിറ്റ് വിട്ട പോലെ ആയി. എന്താ അത്രയും ചൂടായി. 40 ഡിഗ്രി മേലെ ചൂടാണ് പാലക്കാട് ജില്ല. തീ പോലെ പഴുക്കാണ്. അമ്മ അവിടെ നിന്ന് എന്നെ വിളിക്കുക ചെയ്ത്. കറണ്ട് പോയി എന്നെ ഇങ്ങനെ കുറ്റി വിളിക്കുക ചെയ്ത്. ചൂടടിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കും. ദേഹം മുഴുവൻ വെള്ളമായി. എന്താ ചൂടറിയോ? കേരളം മൊത്തം പഴുക്കാണ്. മഴ പെയ്താ കൂടുതൽ പെയ്താ മഴയ്ക്ക് കുറ്റം. എന്നാ പിന്നെ കറണ്ട് വരട്ടെ. വെയിൽ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ വെയിലിന് കുറ്റം. ഈ ഇടമഴ ഒന്ന് കിട്ടിയതാണെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടും. അതെ, ഇടമഴ ഒന്ന് കിട്ടിയ. ഇടമഴയില്ലല്ലോ. എന്തായാലും പെയ്യണം ഈ മാസത്തിൽ. മഴ പെയ്യാതിരിക്കില്ല. ഇടമഴ ഒന്നും ഉണ്ടാവും. പെയ്താലേ സമാധാനം ഉള്ളൂ. അത്രയും ചൂടായാലും മഴ പെയ്യും. ഈ മാസം മഴ പെയ്യേണ്ട മാസമാണ്. പെയ്യണം. 1-2 മഴ പെയ്താൽ തന്നെ സമാധാനം കിട്ടുള്ളൂ ആൾക്കാർക്ക്. ഞങ്ങളുടെ പഴയ കാലത്ത് ഇതുപോലെ ചൂടില്ല. അന്ന് ചുറ്റും മരങ്ങളുണ്ട്. അയ്യോ, ഇതിപ്പോ ഈ ചെമ്പരത്തി നമ്മുടെ അമ്പലത്തേക്ക് ചെമ്പരത്തി നിർത്തിക്കൊണ്ട് നമുക്ക് തണലായി. ബാക്കിയൊക്കെ മുറിഞ്ഞു പോയില്ലേ? ടൗണുകളൊക്കെ എന്താണ്? എറണാകുളം, തൃശ്ശൂര്, പാലക്കാട് ഉരുകല് കിടന്നിട്ട് കോഴിക്കോടൊക്കെ. നമ്മളെത്ര രക്ഷപ്പെട്ടു. കറണ്ട് വന്ന് പോയില്ലേ കാര്യം? കുട്ടികളെയും കൊണ്ട് കിടക്കണ പാട് ഭയങ്കര. ഇപ്പൊ മനസ്സിലായി ടെറസ് വീടിന്റെ കഥ. സിമെന്റ് കമ്പി ഇതൊക്കെ ഇട്ട് പഴുക്കുകയാണ്. അങ്ങനെ അതിനേക്കാളും നല്ലത് ഓലപ്പുര അല്ലേ? അത് കിടക്കാൻ എന്ത് സുഖമായിരിക്കും. ഒരു കാര്യമുണ്ട് കോമള, ഇത് മുറിക്കണ്ട. ഇതെന്തായാലും മുറിക്കില്ല. വളരട്ടെ. എന്താ കാരണം അറിയോ? നമുക്ക് തൽക്കാലം ആശ്വാസമാണ്. അതെ, ഇതും കൂടി പോയതാണ്. ഇപ്പൊ എന്ത് ചെയ്യും? ഇരിക്കാൻ പറ്റില്ല. ആൾക്കാർ വിചാരിക്കും ഇവര് വെയിൽ കൊള്ളാത്ത ആൾക്കാരാണെന്ന്. വെയിൽ കൊണ്ടൊക്കെ നമ്മൾ അധ്വാനിച്ച ആൾക്കാരനെ ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഈ ടെറസ് വീട് വന്ന ശേഷം ഉള്ള അങ്ങനെ സിമെന്റും പഴുത്തു, ചുമരും പഴുത്തു, നൂലും പഴുത്തു, കമ്പിയും പഴുത്തു. ചൂട് പറയണ. പിന്നെ മേലെ ഒരു ടെറസ് മറ്റേ എന്താ പറയുന്നത്, പ്രൂഫാ. അതിനുണ്ടെങ്കിൽ ലക്ഷങ്ങൾ വേണം. അപ്പൊ സാധാരണക്കാർ എല്ലാവരും പെട്ടത് തന്നെ. ഓലപ്പേരിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ഓലപ്പേരി അവിടെ ഇല്ലല്ലോ. അതാ നല്ലത്. ഓലപ്പുര നല്ലത്. ചായ കറണ്ടൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് പേര് കൊണ്ടുപോവാ. ഇവിടെ ഇരിക്കാതാ നല്ലത്. ആറ്റി കൊണ്ടുപോവാ.